എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 12 അവസാന ഭാഗമാണ് ഇന്ന്. ധ്രുവചരിതം നമ്മൾ കണ്ടു. ധ്രുവൻ ഭഗവാനിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ ഭാഗം. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് ധ്രുവൻ അങ്ങനെ മുത്തശ്ശൻ്റെ ഉപദേശം സ്വീകരിച്ച് 36,000 വർഷം പുണ്യപാപങ്ങൾ അനുഭവിച്ച് തീർക്കുന്ന രീതിയിൽ ഭൂമിയിൽ ജീവിച്ച് ധാർമ്മികമായ രീതിയിൽ രാജ്യം ഭരിച്ച് അവസാനം വിരക്തനായി സത്യത്തെ അറിഞ്ഞു. ഈ കാണുന്നത് ഈ ലോകം മുഴുവനും ഇവിടെ എന്ത് കണ്ട് കേട്ട് അനുഭവിച്ച് നമ്മൾ അറിയുന്നതെല്ലാം മായയാണ്, യഥാർത്ഥമല്ലെന്ന് തിരിച്ചറിഞ്ഞ ധ്രുവൻ രാജ്യഭരണം മകനെ ഏൽപ്പിച്ച് വിരക്തനായിട്ട് ബദരികാശ്രമത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് സ്നാനം കഴിഞ്ഞ് ധ്യാനനിരതനാകുന്നു. ആ ധ്യാനത്തിലിരുന്നു കൊണ്ട് ശരീരമനോബുദ്ധിയെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ആ ശരീരബോധത്തിൽ നിന്നും മുക്തനാകുന്നു ധ്രുവൻ. ആദ്യം വിരാട് സ്വരൂപനെയാണ് ധ്യാനിച്ചത്, അതായത് മുഴുവൻ പ്രപഞ്ചവും ഒന്നായിരിക്കുന്ന ഭഗവാന്റെ ശരീരരൂപത്തെ. പിന്നീട് ആ രൂപം പോയിട്ട് രൂപമില്ലാത്ത രീതിയിൽ ഞാൻ തന്നെ, ആത്മാവാകുന്ന ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന്, ഞാനും ഈശ്വരനും ഒന്നാകുന്ന ഒരവസ്ഥയെ, സമാധി അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്തു. ആ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ധ്രുവൻ കാണുന്നത് ഒരു വിമാനത്തിൽ ഭഗവാന്റെ മുഖ്യ പാർഷദന്മാർ 2 പേര് ധ്രുവനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വരുന്നതാണ്. അവർ ധ്രുവനോട് ഈ വിമാനത്തിലേക്ക് കയറാനായിട്ട് ആവശ്യപ്പെടുന്ന ഭാഗം വരെയാണ് നമ്മൾ 25 ശ്ലോകം വരെയാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ശ്ലോകം 26. അനാസ്ഥിതം തേ പിതൃഭിഹി അന്യൈഹി അഭി അംഗ കർഹിജിത്ത് ആതിഷ്ഠ ജഗതാം വന്ദ്യം തത് വിഷ്ണോഹോ പരമം പദം. അനാസ്ഥിതം നേടാൻ കഴിയാത്തതും തേ അങ്ങയുടെ, അതായത് ആ 2 പാർഷദന്മാർ ധ്രുവനോട് പറയാണ്, തേ അങ്ങയുടെ പിതൃഭിഹി പിതാമഹന്മാർക്കും അന്യൈഹി അഭി ഇനി മറ്റുള്ളവർക്കും, അങ്ങയുടെ പിതാമഹന്മാരെ ബന്ധുമിത്രാദികൾ മുന്നേ ഉണ്ടായിരുന്നവരെ, ഇനി അതുകൂടാതെ മറ്റുള്ള വളരെ ആത്മീയമായ തലത്തിൽ ഉയർന്ന തലങ്ങളിലൊക്കെ എത്തിയ ആത്മീയ പുരോഗതി നേടിയവർക്കോ ഒന്നും തന്നെ കർഹിജിത്ത് ഒരിക്കൽ പോലും അനാസ്ഥിതം നേടാൻ കഴിയാത്തതാണ് എന്ന് അങ്ക, അല്ലയോ ധ്രുവ. ആ പാർഷദന്മാർ വിളിക്കുകയാണ്, അല്ലയോ ധ്രുവ, അങ്ങയുടെ പിതൃക്കൾക്കോ ഇനി മറ്റേതെങ്കിലും തരത്തിൽ ആത്മീയ പുരോഗതിയോ നേടിയവർക്കോ പോലും ഒരിക്കലും നേടാൻ കഴിയാത്ത ആ ഒരു പരമപദം, ധ്രുവപദം, അതിനെ ആതിഷ്ഠ ദയവായി അവിടേക്ക് വരൂ. ജഗതാം വന്ദ്യം ഈ ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ വന്ദിക്കുന്ന ആരാധിക്കുന്ന തത് വിഷ്ണോഹോ പരമം പദം, ആ മഹാവിഷ്ണുവിൻ്റെ പരമപദത്തിലേക്ക്, ആ ധ്രുവലോകത്തിലേക്ക് അങ്ങയെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, അങ്ങ് വരൂ. ഇതാണ് ആ പാർഷദന്മാർ ധ്രുവനോട് ആവശ്യപ്പെട്ടത്. ഇവിടെ പറയുന്നുണ്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെ പരമപദമായിട്ടുള്ള ധ്രുവപദമെന്ന്. അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ വിഷ്ണു ലോകമാണ് അല്ലേ, വൈകുണ്ഠമാണ് മഹാവിഷ്ണുവിൻ്റെ പരമപദം നമുക്കറിയാം. എന്നാൽ ഈ ധ്രുവലോകത്തിൻ്റെ പ്രത്യേകത വിഷ്ണു ലോകത്തിനോട് ചേർന്നിരിക്കുന്ന, അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പുണ്യലോകമാണ് ധ്രുവലോകം. അതൊരു സ്ഥാനമാണ്, അതൊരു ലോകമല്ല, ഒരു സ്ഥാനം. ആ സ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നടുക്കിലെ നമ്മളിപ്പോൾ ഒരു ഉദാഹരണ ഭാഗവതം തന്നെ പറഞ്ഞിട്ടില്ലേ, അതായത് ഒരു കുറ്റി കെട്ടിയിട്ട്
ആ കുറ്റിയമ്മ കയറിട്ടിട്ട് കുറേ കാളകളെ പശുക്കളെ കെട്ടിയിട്ടാൽ എന്തായിരിക്കും? ഈ പശുക്കൾ കിടന്ന് ഇങ്ങനെ നടക്കുന്നുണ്ടാവും, പക്ഷേ ആ കയറിൻ്റെ നീളത്തിൻ്റെ പരിധിക്കപ്പുറത്ത് ഈ പശുക്കൾക്ക് പോകാൻ പറ്റില്ല, കാളകൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ കുറ്റിയെ കേന്ദ്രബിന്ദു ആക്കിയിട്ട് ഒരു കയറിനാൽ ബന്ധിക്കപ്പെട്ട് കാളകൾ ഇങ്ങനെ കറങ്ങുന്നത് പോലെ ഈ ധ്രുവലോകത്തെ കേന്ദ്രബിന്ദു ആക്കിയിട്ട് ആ ഒരു പദം, ആ ഒരു സ്ഥാനത്തിൽ മഹാവിഷ്ണു ഇരുന്നു കൊണ്ട് മുഴുവൻ ഗ്രഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, എല്ലാ നവഗ്രഹങ്ങൾ, എല്ലാ നക്ഷത്രങ്ങൾ, ഈ ജ്യോതിർഗോളങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നു ഈ ഒരു സ്ഥാനത്തിനെ. ആ സ്ഥാനത്ത് മഹാവിഷ്ണു ആണ് ഇരുന്നിട്ട്, അപ്പോൾ ഈ കയറിനെ പിടിച്ചു നിർത്തുന്ന ഈ വടിയാണല്ലോ, പശുക്കളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഈ വടിയാണല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ മുഴുവൻ ഗ്രഹങ്ങളെയും, സൂര്യൻ, ചന്ദ്രൻ, നവഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, താരങ്ങൾ, ഈ മുഴുവൻ ജ്യോതിർഗോളങ്ങളെയും നിയന്ത്രിച്ചു നിർത്തുന്ന, അതിൻ്റെ അധീശനായിരിക്കുന്നത് ഈ കേന്ദ്രബിന്ദു ആയിരിക്കുന്ന ആ സ്ഥാനത്തിരിക്കുന്ന ഭഗവാനാണ്. ആ സ്ഥാനമാണ് ഭഗവാൻ ധ്രുവന് ഒഴിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ധ്രുവൻ ആ സ്ഥാനത്തേക്ക് വന്നപ്പോൾ ആ സ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരിക്കലും നശിക്കാത്തതാണെന്ന്, ഒരു നാശമില്ലാത്ത സ്ഥാനമാണത്. കാരണം സൂര്യചന്ദ്രാദി നക്ഷത്ര ഗ്രഹങ്ങളൊക്കെ എന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ അവ നിലനിൽക്കുന്നിടത്തോ അവയെ നിലനിർത്തുന്ന അവയുടെ അധീശൻ, അവയുടെ നിയന്താവായിട്ടുള്ള, ഈ മുഴുവൻ ഗ്രഹങ്ങളുടെയും നിയന്താവായിട്ടുള്ള, അതിൻ്റെ ഈശ്വരനായിട്ടുള്ള ആള് അവിടെ എന്നുമുണ്ട്. അപ്പോൾ ആ ഇരിക്കുന്ന സ്ഥാനം ഒരിക്കലും നാശമില്ലാത്തൊരു സ്ഥാനമാണ്. ആ സ്ഥാനം ഭഗവാൻ ധ്രുവനായിട്ട് വിട്ടുകൊടുക്കുകയാണെന്ന്. അപ്പോൾ അങ്ങനെ വിട്ടുകൊടുത്തപ്പോൾ ആ സ്ഥാനത്തിന് ധ്രുവലോകം എന്ന് പേര് വന്നു. വിഷ്ണു ലോകത്തിൻ്റെ വൈകുണ്ഠത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ സൂര്യചന്ദ്രാദി നക്ഷത്ര ജ്യോതിർഗോളങ്ങളെ എല്ലാം ചുറ്റുതിരിഞ്ഞുകൊണ്ട് ഇവയെല്ലാം നിയന്ത്രിച്ച് ഇവയുടെ അധീശനായിട്ടിരിക്കുന്ന ഒരു സ്ഥാനം, ആ മഹാവിഷ്ണു ആയിരുന്നു ആ സ്ഥാനത്ത് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഭഗവാൻ ആ സ്ഥാനം ഇപ്പോൾ ധ്രുവനായിട്ട് കൊടുത്തു. ഇനി അവിടെ ഇരുന്നു കൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നത് ധ്രുവനായിരിക്കും. അത്രയും ഒരു ഉയർന്ന സ്ഥാനമാണ് ധ്രുവന് കൊടുത്തത്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, തത് മഹാവിഷ്ണു പരമപദം, മഹാവിഷ്ണുവിൻ്റെ പരമപദമായ ആ ധ്രുവലോകത്തേക്ക് അങ്ങയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങയുടെ പിതൃക്കൾക്കോ മറ്റാർക്കും തന്നെ നേടാൻ കഴിയാത്ത ആ പരമപദത്തിലേക്ക് അങ്ങയെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. അങ്ങ് ഞങ്ങളുടെ കൂടെ വരൂ എന്ന് ഭഗവാന്റെ മുഖ്യ പാർഷദന്മാർ ധ്രുവനോട് പറയുകയാണ്. ശ്ലോകം 27. ഏതദ് വിമാനപ്രവരം ഉത്തമ ശ്ലോകമൗലിന ഉപസ്ഥാപിതം ആയുഷ്മൻ അധിരോടും ത്വം അർഹസി. ഉപസ്ഥാപിതം ആയുഷ്മൻ അധിരോടും ത്വം അർഹസി. ഏതത് ഈ വിമാനപ്രവരം, പരിശുദ്ധമായ വിശിഷ്ടമായ ഈ വിമാനത്തിൽ, ഉത്തമ ശ്ലോകമൗലിന, ഉത്തമ ശ്ലോകങ്ങളാൽ കീർത്തിക്കപ്പെടുന്ന ആ ഭഗവാനാൽ ഉപസ്ഥാപിതം, പറഞ്ഞയച്ച ആ ഭഗവാനാണ് അയച്ചത്, ഇതിൽ വേണം ധ്രുവനെ കൊണ്ടുവരാനെന്ന്. അപ്പോൾ ആ ഭഗവാൻ മഹാവിഷ്ണുവിനാൽ അയക്കപ്പെട്ട ഈ വിശിഷ്ടമായ വിമാനത്തിൽ ആയുഷ്മൻ എന്ന് വെച്ചാൽ ഈ പാർഷദന്മാർ ധ്രുവനെ വിളിക്കുന്നത് എന്താണെന്നോ? ആയുഷ്മൻ, അല്ലയോ മരണമില്ലാത്തവനെ എന്ന്. ധ്രുവനെ വിളിക്കുന്നത് അല്ലയോ മരണമില്ലാത്തവനെ എന്നാണ് ഈ പാർഷദന്മാർ ധ്രുവനെ വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, അധിരോടും കയറുവാൻ ത്വം, അങ്ങ് അർഹസി, അർഹനാണ്. ഭഗവാനാൽ അയക്കപ്പെട്ട അതിവിശിഷ്ടമായ ഈ വിമാനത്തിൽ കയറി ആ പരമപദത്തിലേക്ക്, ധ്രുവപദത്തിലേക്ക് വരാൻ അങ്ങ് വരൂ. ഈ വിമാനത്തിൽ കയറാൻ അങ്ങ് തീർച്ചയായും അർഹനാണ്. അധിരോടും എന്ന് വെച്ചാൽ, ആയുഷ്മൻ എന്ന് വെച്ചാൽ മരണമില്ലാത്തവനെ എന്ന് വിളിക്കാൻ എന്താ കാരണം? ഭൂമിയിൽ നിന്നുകൊണ്ട് ധ്രുവൻ ഈ ഭൗതിക ശരീരം, ഈ സ്ഥൂല ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ആ വിമാനത്തിൽ സൂക്ഷ്മ ശരീരം, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭൂമിയാണ് സ്ഥൂലം, ബാക്കിയൊക്കെ സൂക്ഷ്മ ശരീരമായിട്ടാണ് പോകുന്നത് ബാക്കിയുള്ള ലോകങ്ങളിൽ. അപ്പോൾ ഭൂമിയിൽ നിന്നും ധ്രുവൻ പോകുകയാണ്. അപ്പോൾ സ്ഥൂല ശരീരം, ഭൗതിക ശരീരം ഉപേക്ഷിക്കുകയാണ്. ഒരർത്ഥത്തിൽ നമ്മുടെ ഭാഷയിൽ പറയാൻ അത് മരണമാണ്, അല്ലേ? എന്നാൽ ആ ശരീരം ഇവിടെ ഉപേക്ഷിച്ച് സാധാരണ മരണമല്ല. എന്നിട്ട് യമരാജൻ വന്ന്, മൃത്യുദേവൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി കർമ്മപ്രാരാബ്ദങ്ങളെ നോക്കി ഓരോരോ ലോകങ്ങളിൽ കൊണ്ടുപോയി പാപപുണ്യങ്ങൾ അനുഭവിച്ച് വരലല്ല.
ധ്രുവനെ സംബന്ധിച്ചിടത്തോളം ധ്രുവൻ ആ ഭൗതിക ശരീരം ഇവിടെ ഉപേക്ഷിച്ച് ആ സൂക്ഷ്മ ശരീരം ആ വിമാനത്തിൽ കയറിയിട്ട് ധ്രുവലോകത്തിലേക്കാണ് പോകുന്നത്, ഒരിക്കലും നാശമില്ലാത്തൊരു ധ്രുവലോകത്തിലേക്ക്. അപ്പം അതിൻ്റെ അർത്ഥം ധ്രുവൻ ഇനി പുനർജന്മമില്ല എന്ന് വെച്ചാൽ ജനന മരണത്തിൽ നിന്നും മുക്തനായി. അതുകൊണ്ടാണ് അല്ലയോ മരണമില്ലാത്തവനെ എന്ന് ഇവിടെ ആ പാർഷദന്മാർ ധ്രുവനെ വിശേഷിപ്പിച്ചത്. ഇനി ധ്രുവന് മരണമില്ല, കാരണം ഇനിയൊരു ജനനമില്ല. ഇനി ധ്രുവൻ ഒരു ശരീരം എടുക്കില്ല, ഭൂമിയിൽ വരില്ല, സ്ഥൂല ശരീരം എടുത്ത് ഭൂമിയിൽ ജനിക്കില്ല. അപ്പം അതുകൊണ്ട് മരണമില്ല. അപ്പം ജനന മരണങ്ങളെ അതിജീവിച്ചു കടന്നു, മരണത്തെ അതിജീവിച്ചു കടന്ന് ധ്രുവൻ ആ സൂക്ഷ്മ ശരീരത്തോടു കൂടി സ്ഥൂല ശരീരത്തെ ഇവിടെ ഇട്ടു. എന്നിട്ട് സൂക്ഷ്മ ശരീരത്തോട് കൂടി ആ വിശിഷ്ടമായ വിമാനത്തിൽ കയറിയിട്ട് ഇവിടെ ആ ഭഗവാന്റെ ആ പരമപദത്തിലേക്ക് എത്താൻ അങ്ങ് ആ വിമാനത്തിൽ കയറാൻ അങ്ങ് അർഹനാണ്. കാരണം അത്രയും ശ്രേഷ്ഠമായി, അത്രയ്ക്കും തേജസ്സാർന്നതായി അങ്ങയുടെ സൂക്ഷ്മ ശരീരം. അപ്പം അതുകൊണ്ട് അങ്ങേക്ക് തീർച്ചയായിട്ടും അതിലേക്ക് കയറാനുള്ള അർഹതയുണ്ട് എന്ന് അവർ പറയുകയാണ്. ഇനി 28ാമത്തെ ശ്ലോകം മൈത്രേയ മഹർഷി പറയാണ്: നിശമ്യ വൈകുണ്ഠ നിയോജ്യ മുഖ്യയോഹോ മധുച്ഛിതം വാചം ഉരുക്രമപ്രിയ കൃതാഭിഷേക കൃതനിത്യമംഗള മുനീൻ പ്രണമ്യ ആശിഷം അഭ്യവാദയത്. നിശമ്യ കേട്ടിട്ട്, വൈകുണ്ഠ നിയോജ്യ മുഖ്യയോഹോ ഭഗവാന്റെ മുഖ്യ പാർഷദന്മാർ പറയുന്ന മധുച്ഛിതം തേൻ ചൊരിയുന്ന വാചം, ആ വാക്കുകളെ നിശമ്യ കേട്ടിട്ട് ഉരുക്രമപ്രിയ മഹാപരാക്രമശാലിയായ ധ്രുവൻ കൃത അഭിഷേക ആദ്യം തന്നെ പോയി ഒന്ന് സ്നാനം ചെയ്തു. ആ സ്ഥൂല ശരീരം വിടല്ലേ, അതിനു മുന്നേ പോയി സ്നാനം ചെയ്തു. എന്നിട്ട് കൃത നിത്യമംഗള എല്ലാ ദിവസവും അദ്ദേഹം ചെയ്തു പോരുന്ന പൂജാതി കർമ്മങ്ങൾ ഉണ്ടല്ലോ, ആരാധനാ കർമ്മങ്ങൾ, അത് കൃത ആ കർമ്മങ്ങളെ നിർവഹിച്ചു. കാരണം അവസാനമായിട്ട് ആ ശരീരം കൊണ്ട് ചെയ്യുന്ന സ്നാനം എല്ലാ ദിവസവും നിത്യേന ചെയ്യുന്ന ആധ്യാത്മികമായ പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ച് മുനീൻ പ്രണമ്യ അവിടെ നിൽക്കുന്ന മഹർഷിമാരെയൊക്കെ പ്രണമിച്ചിട്ട് ആശിഷം അഭ്യവാദയത് അവരോട് തന്നെ അനുഗ്രഹിക്കണം. താൻ പോവാണ്, ഈ സ്ഥൂല ശരീരം ഇവിടെ ഉപേക്ഷിച്ച് ധ്രുവലോകത്തിലേക്ക് പോവുകയാണ്, തന്നെ അനുഗ്രഹിക്കണമെന്ന് അവരോട് യാചിച്ചു. അങ്ങനെ ആ അനുഗ്രഹത്തെയും സ്വീകരിച്ചു എന്ന്. അപ്പോൾ ഭഗവാന്റെ മുഖ്യ പാർഷദന്മാർ പറയുന്ന തേൻ ചൊരിയുന്ന ആ വാക്കുകൾ കേട്ടിട്ട് പരാക്രമശാലിയായ ധ്രുവൻ ആദ്യം തന്നെ പോയി ഒന്ന് സ്നാനം ചെയ്തു. അതിനുശേഷം നിത്യവും ചെയ്യുന്ന പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ച് അവിടെ നിൽക്കുന്ന മഹർഷിമാരെ പ്രണമിച്ച് അവരോട് തന്നെ അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശ്ലോകം 29. പരീത്യ അഭ്യർച്ചി ദിഷ്ണ്യാം അഗ്രം പാർഷദൗ അഭിവന്ദ്യ ഈയേഷ തദ് അധിഷ്ഠാതും ബിഭ്രത് രൂപം ഹിരൺമയം. എന്നിട്ട് പരീത്യ പ്രദക്ഷിണം ചെയ്തു, അഭ്യർച്ചി പൂജിച്ചിട്ട്, ദിഷ്ണ്യാഗ്രം ആ വിശിഷ്ടമായ കയറാൻ പോകുന്ന വിമാനമുണ്ടല്ലോ, ആ വിമാനത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് പൂജിച്ചു. അതിനുശേഷം പാർഷദൗ അഭിവന്ദ്യ ആ ഭഗവാന്റെ പാർഷദന്മാരെ നമസ്കരിച്ചു. എന്നിട്ട് ഈ ഏഷ എന്ന് വെച്ചാൽ തയ്യാറായി, തത് അധിഷ്ഠാതും ആ വിമാനത്തിലേക്ക് കയറുവാൻ ധ്രുവൻ തയ്യാറായപ്പോൾ എന്താണ്ടായത്? ബിഭ്രത് രൂപം, ബിഭ്രത് എന്ന് വെച്ചാൽ പ്രകാശിച്ചു, രൂപം ഹിരൺമയം. അപ്പോൾ ധ്രുവൻ്റെ സൂക്ഷ്മ ശരീരം സ്വർണ്ണ നിറമായിട്ട് പ്രകാശിച്ചു എന്ന്. ഭഗവാന്റെ പാർഷദന്മാർക്ക് നമ്മൾ ഭാഗവതത്തിലും നാരായണീയത്തിലും കേട്ടിട്ടുണ്ട്, ഭഗവാന്റെ അതേ രൂപം തന്നെയായിരിക്കും. വൈകുണ്ഠവാസികൾക്ക് എന്താ പറയുക, 4 കൈകളോടും ഭഗവാന്റെ അതേ രൂപവുമായിരിക്കും ഭഗവാന്റെ പാർഷദന്മാർക്ക് ഉണ്ടായിരിക്കുക. അപ്പം ആ സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് എല്ലാവരെയും നമസ്കരിച്ച് ആ വിമാനത്തെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ഈ പാർഷദന്മാരെയും നമസ്കരിച്ച് ധ്രുവൻ ആ വിമാനത്തിലേക്ക്, എന്ന് വെച്ചാൽ സ്ഥൂലം അവിടെ വീണു, സ്ഥൂല ശരീരം, എന്നിട്ട് സൂക്ഷ്മ ശരീരം വിമാനത്തിലേക്ക് കയറാൻ തയ്യാറായപ്പോഴേക്കും ആ സൂക്ഷ്മ ശരീരം സ്വർണത്തിൻ്റെ നിറമായിട്ട് അങ്ങ് പ്രകാശിച്ചു. അത്രയ്ക്കും തേജസാർന്ന രൂപമായി സൂക്ഷ്മ ശരീരധാരിയായി ധ്രുവൻ. അത്രയ്ക്കും ആ സൂക്ഷ്മ ശരീരത്തിൽ അത്രയ്ക്കും പ്രാണശക്തി നിറഞ്ഞ് പ്രകാശിച്ച് അതങ്ങട് ആ ഈശ്വര ചൈതന്യത്താൽ പ്രകാശിച്ച് സ്വർണ്ണ നിറമായി മാറി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ധ്രുവൻ ആ രഥത്തിലേക്ക്, ആ വിമാനത്തിലേക്ക് കയറാൻ പോകുന്നത്. തഥാ അപ്പോൾ ശ്ലോകം 30. തഥാ ഉത്താനപാദഃ പുത്രോ ദദർശാന്തകമാഗതം മൃത്യോഹോ മൂർധനി പദം ദത്വാ ആരുരോഹ അദ്ഭുതഗൃഹം.
തഥാ അപ്പോൾ ഉത്താനപാദ പുത്രോ ഉത്താനപാദൻ്റെ പുത്രനായ ധ്രുവൻ ദദർശ കണ്ടു അന്തകം ആഗതം. അന്തകനാരാ മൃത്യുദേവൻ അതാ വരുന്നത് ആ സമയത്ത് ധ്രുവൻ കണ്ടു. കാരണം ഒരു മരണം സംഭവിക്കുമ്പോൾ മൃത്യുദേവനാണ് വരിക, എന്നിട്ടാണ് ആ സ്ഥൂല ശരീരത്തിൽ നിന്നും കടന്നു വരുന്ന സൂക്ഷ്മ ശരീരത്തെ കൂട്ടിക്കൊണ്ടുപോകാനാണ് മൃത്യുദേവൻ വരിക. എന്നിട്ട് ആ വ്യക്തി ആ സ്ഥൂല ശരീരത്തിൽ ഇരുന്ന് ആ വ്യക്തി ചെയ്ത കർമ്മങ്ങളെ നോക്കിയിട്ട് അതിൻ്റെ പുണ്യപാപങ്ങളെ വേർതിരിച്ചിട്ട് അതാത് ലോകങ്ങളിലേക്ക് കടത്തിവിടുന്നത് ഈ മൃത്യുദേവനാണ്. പക്ഷേ ഇവിടെ മൃത്യുദേവൻ വന്നു. പക്ഷേ ഈ വന്നത് എന്തിനാ? ധ്രുവനെ കൊണ്ടുപോകാനല്ല, ധ്രുവനെ ധ്രുവലോകത്തിലേക്ക് കയറ്റിവിടാൻ തന്നെയായിരുന്നു മൃത്യുദേവൻ വന്നത്. അപ്പോൾ ധ്രുവൻ കണ്ടു ആ സമയം തന്നെ അനുഗ്രഹിക്കാനായിട്ട് മൃത്യുദേവൻ വന്നത് ധ്രുവൻ കണ്ടു. അപ്പോൾ മൃത്യോഹോ മൂർധനി പദം ദത്വ, മൃത്യുദേവൻ്റെ ശിരസിൽ പാദം വെച്ച് ചവിട്ടിയിട്ടാണ് അത്ഭുതഗൃഹം, ആ അത്ഭുതമായ വിമാനത്തിലേക്ക് ധ്രുവൻ ആരുരോഹാത് കാലെടുത്ത് വെച്ചത്. അപ്പം മൃത്യുദേവൻ്റെ ശിരസിൽ കാല് വെച്ച് ചവിട്ടിയിട്ടാണ് വിമാനത്തിലേക്ക് കയറിയതെന്ന് പറഞ്ഞാൽ എന്താ? മരണത്തെ അതിജീവിച്ചു ധ്രുവൻ എന്ന. മൃത്യുവിൻ്റെ ദേവനെ പോലും കടന്നു, മൃത്യുവിനെ വരെ കടന്നു, ജയിച്ചു കടന്നു എന്ന അർത്ഥത്തിൽ മൃത്യുദേവനെ ശിരസിൽ പാദം വെച്ച് ചവിട്ടി ധ്രുവന്റെ സൂക്ഷ്മ ശരീരം, ആ ശരീരം അങ്ങനെ സ്വർണ്ണ നിറമാർന്ന ആ സൂക്ഷ്മ ശരീരം അങ്ങനെ വിമാനത്തിലേക്ക് കാലെടുത്തു വെച്ചു. അപ്പോൾ ധ്രുവൻ മരണത്തെ അതിജീവിച്ചു എന്നർത്ഥം. ശ്ലോകം 31. തഥാ ദുന്ദുഭയോ നേതു മൃദംഗപണവാദയഃ ഗന്ധർവമുഖ്യാഃ പ്രജഗുഃ പേതുഃ കുസുമവൃഷ്ടയാ. തഥാ ആ സമയം ദുന്ദുഭയോ പെരുമ്പറ മുഴങ്ങി, മൃദംഗത്തിൻ്റെ ശബ്ദം, പണവാദയ ചെണ്ടമേളങ്ങൾ നേതു അവിടെ മുഴങ്ങിക്കേട്ടു. ഗന്ധർവമുഖ്യന്മാർ പ്രജഗുഹു പാടിപ്പുകഴ്ത്തി ധ്രുവനെ. കുസുമവൃഷ്ടയാ പേതു പൂമഴ പുഷ്പവൃഷ്ടി നടക്കുകയും ചെയ്തു എന്ന്. ധ്രുവൻ അങ്ങനെ വിമാനത്തിലേക്ക് കയറുന്ന സമയത്ത് വാദ്യഘോഷങ്ങളും പെരുമ്പറകളും ചെണ്ടമേളങ്ങളും അവിടെ മുഴങ്ങി. ഗന്ധർവമുഖ്യന്മാർ പാടിപ്പുകഴ്ത്തുകയും ധ്രുവനെ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. പക്ഷെ ആ കയറുന്ന സമയത്ത് ധ്രുവന്റെ ആ സൂക്ഷ്മ ശരീരത്തിലാണല്ലോ മനസ്സിലൂടെ ഒരു ചിന്ത വന്നു. അതാണ് 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സാച്ച സ്വർലോകം ആരോക്ഷ്യൻ സുനീതിം ജനനീം ധ്രുവഃ അന്വസ്മരത് അകം ഹിത്വാ ദീനാം യസ്യേത്രിവിഷ്ടഭം. സഹജ ആ ധ്രുവൻ സ്വർലോകം ആരോക്ഷ്യൻ. സ്വർലോകം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ധ്രുവലോകത്തെയാണ് കേട്ടോ, സ്വർഗലോകമല്ല, ദേവന്മാർ വസിക്കുന്ന സ്വർഗലോകമല്ല. സ്വർലോകം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ധ്രുവലോകത്തിലേക്ക് ആരോക്ഷ്യൻ പോകുവാൻ തുടങ്ങിയപ്പോൾ സഹധ്രുവൻ എന്ന് വെച്ചാൽ ആ ധ്രുവന്റെ സുനീതി ജനനി മാതാവായ അമ്മയെ അന്വസ്മരത് പെട്ടെന്നൊന്ന് സ്മരിച്ചു ധ്രുവന്. കാരണം പിതാവിൻ്റെ ഒരു സാമീപ്യവും അല്ലെങ്കിൽ പിതാവിൻ്റെ സംരക്ഷണം അമ്മയ്ക്കില്ല എന്ന്, വേറെ ആരുമില്ല അമ്മയ്ക്ക് എന്ന് ധ്രുവൻ അറിയാം. അപ്പോൾ സൂക്ഷ്മ ശരീരത്തോടുകൂടി ആ വിമാനത്തിലേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുന്ന ആ ധ്രുവന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് പാവ അമ്മയുടെ മുഖമാണ്. അമ്മയെ സ്മരിച്ചു. എന്താ ഓർത്തത്? ദീനാം പാവപ്പെട്ട എൻ്റെ അമ്മയെ ഹിത്വ ഇവിടെ ഉപേക്ഷിച്ചിട്ട് യസ്യേ ത്രിവിഷ്ടഭം എന്ന് വെച്ചാൽ ആ പരമപദത്തിലേക്ക്, അതായത് ആ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ പദത്തിലേക്ക് അതായത് ആ പദത്തിലേക്ക് അഘം എന്ന് വെച്ചാൽ നേടാൻ പ്രയാസമേറിയ ആ പദത്തിലേക്ക് യസ്യേ ഞാൻ എങ്ങനെ പോകും? എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. പാവപ്പെട്ട എൻ്റെ അമ്മയെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എത്താൻ വളരെയധികം പ്രയാസമേറിയ ആ പരമപദത്തിലേക്ക് ഞാൻ എങ്ങനെ പോകും? കാരണം അമ്മയ്ക്ക് ഇനി അവിടേക്ക് എത്താൻ പറ്റണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എത്തിപ്പെടാൻ എത്രയ്ക്കും എളുപ്പമല്ല അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ. അത്രയും പ്രയാസമേറിയ ഒരു പരമപദത്തിലേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ പാവപ്പെട്ട അമ്മയെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെ പോകും എന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൂടെ ഒരു സ്മരണ വന്നു എന്ന്. ആ സ്മരണ വന്നതും ആ പാർഷദന്മാർ അതറിഞ്ഞു. അതാണ് ശ്ലോകം 33. ഇതി വ്യവസിതം തസ്യ വ്യവസായ സുരോത്തമൗ ദർശയാം ആസദുഹു ദേവീം പുരോ യാനേന ഗച്ഛതി. ഇതി ഇപ്രകാരം വ്യവസിതം തസ്യ ആ ധ്രുവൻ വ്യവസിതം ചിന്തിച്ചത്, വ്യവസായ മനസ്സിലാക്കി, സുരോത്തമൗ ആ രണ്ട് പാർഷദന്മാരും ധ്രുവന്റെ മനസ്സിൽ കൂടെ പോയ ആ ചിന്ത അപ്പോൾ തന്നെ മനസ്സിലാക്കി. അപ്പോൾ ദർശയാം
കാണിച്ചു കൊടുത്തു. ആസതു ദർശയാം ആസതുഹു, ആ ധ്രുവൻ അവർ കാണിച്ചു കൊടുത്തു എന്ന്. ദേവി സുനീതി ദേവി പുരോ, ധ്രുവന് മുൻപേ യാനേന ഗച്ഛതി, മറ്റൊരു വിമാനത്തിൽ അതാ പോകുന്നു ആ പരമപദത്തിലേക്ക് എന്ന്. ധ്രുവൻ ആ വിമാനത്തിലേക്ക് കയറാൻ ശ്രമിക്കവേ അമ്മയെക്കുറിച്ച് ഓർത്ത് ഒന്ന് വിഷമിച്ചു. അമ്മയെ ഇവിടെ പാവപ്പെട്ട തൻ്റെ അമ്മയെ ഇവിടെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാണ് ഇത്രയും എത്തിപ്പെടാൻ പ്രയാസമേറിയ ഒരു ലോകത്തിലേക്ക് പോകുമെന്ന് ചിന്തിച്ചത് അപ്പം തന്നെ ആ പാർഷദന്മാർ മനസ്സിലാക്കി. അവരപ്പം തന്നെ ധ്രുവനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ദേ നോക്കൂ, അങ്ങേക്ക് മുൻപേ ഒരു വിമാനത്തിൽ അങ്ങയുടെ മാതാവ് സുനീതി ദേവി അതാ പോകുന്നു ആ ലോകത്തിലേക്ക് എന്ന്. അതിനെന്താ കാരണം എന്നറിയോ? ധ്രുവനെ ഇത്രയും വലിയൊരു പരമപദത്തിലേക്ക് എത്താനായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒരു തോട്ട് ധ്രുവൻ്റെ ഉള്ളിലേക്ക്, ആ ഒരു ചിന്തയെ കൊളുത്തിക്കൊടുത്തത് ആ അമ്മയാണ് അല്ലേ. മനസ്സ് വിഷമിച്ച് ഓടി വന്ന് കരഞ്ഞു വന്നിരുന്നപ്പോൾ അച്ഛനോടും ചെറിയമ്മയോടുമുള്ള വൈരാഗ്യവും ദേഷ്യവും ഒന്നുമല്ല അമ്മ പറഞ്ഞു കൊടുത്തത്. അവരെക്കുറിച്ചുള്ള ഒരു കുറ്റമല്ല അമ്മ പറഞ്ഞു കൊടുത്തത്. അമ്മ പറഞ്ഞു കൊടുത്തത്, നിന്റെ ദുഃഖങ്ങൾ മാറാൻ നീ ആ ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി അടയൂ മകനെ എന്നാണ് ആ അമ്മ പറഞ്ഞു കൊടുത്തത്. അതാണ് ധ്രുവന് കിട്ടിയ ഏറ്റവും ആദ്യത്തെ ഉപദേശം. അതിനുശേഷമാണ് നാരദ മഹർഷിയുടെ ഉപദേശം കിട്ടിയത്. അപ്പോൾ തുടക്കമിട്ടത് ധ്രുവൻ്റെ ഉള്ളിൽ ഈ സമർപ്പിതമായ ഭക്തിയുടെ വിളക്ക് ആദ്യം കൊളുത്തിവെച്ച ആ അമ്മയാണ് ഏറ്റവും പുണ്യവതി. അപ്പോൾ മകനെ ശരിയായ വഴി തുറന്നു കൊടുത്ത ആ അമ്മ ധ്രുവന് മുന്നേ അതാ പോകുന്നു എന്ന് ധ്രുവന് അവർ കാണിച്ചു കൊടുത്തു എന്ന് അതാ പാർഷദന്മാർ. അപ്പം സുനീതി ദേവി ശരീരം ഉപേക്ഷിച്ചു. ആ സൂക്ഷ്മ ശരീരം അതേപോലെ ഒരു വിശിഷ്ടമായ വിമാനത്തിൽ അതാ പോകുന്നു ധ്രുവന് മുന്നേ. അപ്പോൾ ധ്രുവനെ ഈ ഒരു അവസ്ഥ പരമപദപ്രാപ്തിക്ക് യോഗ്യയാക്കി തീർത്ത അമ്മ അതിലേറെ പുണ്യം ചെയ്തവളാണെന്ന് അവിടെ തെളിയിക്കപ്പെട്ടു എന്ന്. അപ്പോൾ ഓരോ അമ്മമാരും മക്കളെ വിഷമങ്ങൾ വന്ന് പറയുമ്പോൾ അവരുടെയും ഇവരുടെയും കുറ്റങ്ങൾ അത് ശരിയെന്നാ എന്ന് പറഞ്ഞ് അതിനെ ഒന്നും കൂടി കൂട്ടിക്കൊടുക്കാതെ അവൻ്റെ ദുഃഖത്തെ മറികടക്കാനുള്ള വഴി അമ്മ അവന് ബുദ്ധിപൂർവം വിവേകപൂർവ്വം അത് ഉപദേശിച്ചു കൊടുത്ത ആ ഒരു ദീപത്തിൽ നിന്നും, ആ ഒരു നാളത്തിൽ നിന്നും, ആ ഒരു ചിന്തയിൽ നിന്നുമായിരുന്നു ധ്രുവൻ ഇവിടെ വരെ എത്തിയത്. അത്രയ്ക്ക് പുണ്യം ചെയ്ത ആ അമ്മ അതിലും മുന്നേ തന്നെ ധ്രുവന് മുന്നേ തന്നെ വിമാനത്തിൽ പോകുന്നത് ധ്രുവന് കാണിച്ചു കൊടുത്തപ്പോൾ ആ ഒരു വിഷമത്തിലും ധ്രുവന് പൂർണ്ണ സമാധാനം ലഭിച്ചു. ശ്ലോകം 34. അങ്ങനെ അവർ വിമാനത്തിൽ കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഭൂമിയുടെ മുകളിൽ അറിയാലോ, ഭൂവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപലോകം എന്ന് പറഞ്ഞിട്ട് ഊർധ്വലോകങ്ങൾ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഓരോരോ ലോകങ്ങളെയും കടന്നാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ലോകങ്ങളിലും അതാത് ദേവന്മാർ, മഹർഷിമാർ, വിശിഷ്ട വ്യക്തികളൊക്കെ സൂക്ഷ്മ ശരീരചാരികളായി അവരൊക്കെ വസിക്കുന്ന ലോകങ്ങളിലുണ്ട്. ആ ലോകങ്ങളിലൂടെയൊക്കെ കടന്നാണ് പോകേണ്ടത്. ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് പറയുന്നത്. ശ്ലോകം 34. തത്ര പ്രശംസദ്ഭിഹി പതി വൈമാനികൈഹി സുരൈഹി അവകീര്യമാണോ ദദൃശേ കുസുമൈഹി ക്രമശോ ഗ്രഹാൻ. തത്ര ആ പോകുന്ന വഴി, പതി ആ പോകുന്ന വഴിയിൽ അവിടെയും ഇവിടെയുമായിട്ട് പ്രശംസദ്ഭി ധ്രുവനെ പാടിപ്പുകഴ്ത്തുന്നു. വൈമാനികൈഹി സുരൈഹി, ദേവന്മാരും മഹർഷിമാരൊക്കെ ഇതുപോലെയുള്ള വിമാനങ്ങളിൽ, വിശിഷ്ട വിമാനങ്ങളിൽ ഇരുന്നിട്ട് അവരവരുടെ ലോകത്തിരുന്നിട്ട് അതിലൂടെ കടന്നു പോകുന്ന ധ്രുവനെയും ധ്രുവൻ്റെ മാതാവിനെയും അവർ പാടിപ്പുകഴ്ത്തുന്നു. അവകീര്യമാണോ, വാരിയെറിയുന്നു. ദദൃശ്യേ, അതും കാണാൻ കഴിഞ്ഞു. കുസുമൈ, അവർ പുഷ്പങ്ങൾ വാരിയെറിയുന്നതും ധ്രുവന് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ക്രമത്തിൽ ഗ്രഹാൻ, ഓരോരോ ഗ്രഹങ്ങളും കടന്ന് സൗരയൂഥവും ധ്രുവൻ കണ്ടു എന്ന്. സൗരയൂഥം എന്ന ആ ഗ്രഹങ്ങളെയും എല്ലാ ഗ്രഹങ്ങളെയും ധ്രുവൻ കണ്ടു. ഓരോരോ ഗ്രഹങ്ങളിലൂടെ പോകുമ്പോഴും അവിടെ വസിക്കുന്ന ദേവന്മാർ ധ്രുവനെ പാടി പുകഴ്ത്തുന്നതും പുഷ്പവൃഷ്ടി ചൊരിയുന്നതും കണ്ടു. അങ്ങനെ പല പല ഗ്രഹങ്ങളും കഴിഞ്ഞ് സൗരയൂഥ ഗ്രഹങ്ങളെയും ധ്രുവൻ കണ്ടു. ശ്ലോകം 35. ത്രിലോകീം ദേവയാനേന സ അതിവ്രജ്യ മുനീൻ അഭി പരസ്താദ് യത് ധ്രുവഗതിഃ വിഷ്ണോഹോ പദം അധ അഭ്യഗാത്. ത്രിലോകീം, ഓരോരോ ലോകങ്ങളും
കടന്ന് ദേവയാനേന ആ വിമാനത്തിൽ സഹ ധ്രുവൻ ആ ധ്രുവൻ അതിവ്രജ്യ കടന്നു മുനീൻ അബി. അപ്പോൾ ത്രിലോകങ്ങളും കടന്നിങ്ങനെ പോവുകയാണ്. അപ്പോൾ മുനീൻ അബി മുനിമാരുടെ ലോകത്തെയും അതിവ്രജ്യ ആ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് ധ്രുവൻ കടന്നു. മുനിമാർ വസിക്കുന്ന മഹർഷിമാർ വസിക്കുന്ന ലോകങ്ങളിലെയും ഊർധ്വലോകത്തെയും കടന്നു. പരസ്താത് അതിൻ്റെയും മുകളിലുള്ള യത് ധ്രുവഗതിയും ഏതൊരു ധ്രുവസ്ഥാനമാണോ ഉള്ളത് വിഷ്ണു പദം ഭഗവാൻ വിഷ്ണുവിൻ്റെ വൈകുണ്ഠ ലോകത്തിൻ്റെ അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആ ധ്രുവലോകത്തെ അഭ്യഗാത് പ്രാപിച്ചു എന്ന്. അപ്പോൾ ത്രിലോകങ്ങളും കടന്നു പോകുമ്പോൾ മുനിമാർ വസിക്കുന്ന ശ്രേഷ്ഠലോകങ്ങളും കടന്ന് അതിൻ്റെയും മുകളിലുള്ള മഹാവിഷ്ണുവിൻ്റെ പരമപദമായ വൈകുണ്ഠ ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ധ്രുവപദത്തെ ധ്രുവൻ എത്തിച്ചേർന്നു എന്ന് പറയുന്നു. ശ്ലോകം 36. യത് ഭ്രാജമാനം സ്വരുജാ ഏവ സർവദഃ ലോകഃ ത്രയോഃ ഹി അനുവിഭ്രാജന്ത ഏതേ അനുവിഭ്രാജന്ത ഏതേ യത് അവ്രജൻ ജന്തുഷു യേ അനനുഗ്രഹ വ്രജന്തി ഭദ്രാണി ചരന്തിയേ അനിശം. ഇനി ഈ ധ്രുവൻ എത്തിച്ചേർന്ന ധ്രുവപദത്തിൻ്റെ ഒരു പ്രത്യേകത പറയാൻ കേട്ടോ. അവിടെ എത്തിപ്പെടാനുള്ള യോഗ്യത ആർക്കാണ് കിട്ടണേന്നാണ് പറയുന്നത്. ഏതൊരു ഭ്രാജമാനം പ്രകാശിക്കുന്ന സ്വരുച സ്വന്തം തേജസ്സിനാൽ സ്വയം ജ്വലിച്ചുകൊണ്ട് പ്രകാശിക്കുന്ന സർവദാ എല്ലായ്പ്പോഴും. ഈ ധ്രുവലോകത്തിൻ്റെ പ്രത്യേകത സ്വന്തം തേജസ് കൊണ്ട് സ്വയം ജ്വലിച്ച് സൂര്യനെ വരെ പ്രകാശിപ്പിക്കുകയാണ് സ്വയം. അപ്പം അതായത് ധ്രുവലോകത്തിലിരിക്കുന്ന ഭഗവാനാണ്. ആ ഭഗവാനെ ചുറ്റിയാണ് സൂര്യൻ ചന്ദ്രൻ എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. അപ്പോൾ മറ്റെല്ലാത്തിനും പ്രകാശം നൽകുന്നത് സൂര്യനാണെങ്കിൽ സൂര്യന് പ്രകാശം നൽകുന്നത് ഈ ധ്രുവലോകമാണ്, ഈ ധ്രുവസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള പദം സ്വയം ജ്വലിച്ചുകൊണ്ട് എല്ലാത്തിനും എല്ലായ്പ്പോഴും പ്രകാശം നൽകുന്ന സ്വയം ജ്വലിച്ച് പ്രകാശിക്കുന്ന ലോകഃ ത്രയഃ ത്രിലോകങ്ങളും ഈ 14 ലോകങ്ങളെയും അനുവിഭ്രാജന്ത ഏതേ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അനുവിഭ്രാജന്ത എന്ന് വെച്ചാൽ ഈ 3 ലോകങ്ങളും ഏതൊരു ലോകത്തിനെ ആശ്രയിച്ചാണോ പ്രകാശിച്ചു നിൽക്കുന്നത് അങ്ങനെ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ധ്രുവലോകം ഉണ്ടല്ലോ, ആ ധ്രുവസ്ഥാനം ധ്രുവപദം അവിടെ എത്തിച്ചേരാനുള്ള യോഗ്യത പറയുന്നത് ജന്തുഷു പൂജ ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യാനോ അല്ല പറയുന്നത്. ജന്തുഷു സകല ജീവജാലങ്ങളിലും ഈ അനനുഗ്രഹ കാരുണ്യമില്ലാതെ, അനനുഗ്രഹ എന്ന് വെച്ചാൽ കാരുണ്യമില്ലാത്തത് ആരാണോ യത് ന അവ്രജൻ അവർക്ക് ഒരിക്കലും പ്രവേശിക്കാൻ കഴിയാത്തതും ആരാണോ അനിശം എപ്പോഴും ഭദ്രാണി മറ്റുള്ളവർക്ക് ഭദ്രം മംഗളം നല്ലത് വരാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരോട് മറ്റുള്ളവർ എന്ന് വെച്ചാൽ മനുഷ്യർന്ന് മാത്രമല്ല എല്ലാ ജീവസത്തകളോടും കാരുണ്യത്തോടു കൂടി അവർക്ക് മംഗളം വരണം എന്ന് വിചാരിച്ച് എപ്പോഴും പ്രവർത്തിക്കുന്നത് ആരാണോ ചരന്തി ജീവിക്കുന്നത് ആരാണോ വ്രജന്തി അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതുമായ ആ ധ്രുവലോകത്തിലേക്കാണ് ധ്രുവൻ എത്തിച്ചേർന്നത് എന്ന്. അപ്പോൾ ധ്രുവപദത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. സ്വയം ജ്വലിച്ചുകൊണ്ട് ഇങ്ങനെ പ്രകാശിച്ച് സൂര്യനെ പോലും പ്രകാശിപ്പിക്കുന്ന ആ സ്ഥാനം ഈ 14 ലോകങ്ങളിലും ഈ 14 ലോകങ്ങളും ഈ ധ്രുവലോകത്തെ ആശ്രയിച്ച് വിഭ്രാജന്ത ഈ ധ്രുവലോകത്തെ ആശ്രയിച്ചു കൊണ്ടാണ് പ്രകാശിച്ചു നിൽക്കുന്നത് എപ്പോഴും. അങ്ങനെ സ്വയം ജ്വലിച്ച് പ്രകാശിച്ച് 14 ലോകങ്ങളെയും പ്രകാശിപ്പിച്ചു നിൽക്കുന്ന ആ ധ്രുവലോകത്തിൽ എത്തിപ്പെടണമെങ്കിൽ മറ്റുള്ളവരോട് അല്ലെങ്കിൽ എല്ലാ ജീവസത്തകളോടും കാരുണ്യമില്ലാതെ വേർതിരിവോടുകൂടി പെരുമാറുന്ന കാരുണ്യമില്ലാത്തതായി ഇരിക്കുന്നത് ആർക്കാണോ അവർക്കൊരിക്കലും പ്രവേശിക്കാൻ പറ്റാത്തതും എന്നാൽ മറ്റെല്ലാ ജീവസത്തകളോടും എപ്പോഴും കാരുണ്യത്തോടുകൂടി അവർക്കും ഭദ്രം മംഗളം വരാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ആരാണോ അവർക്ക് മാത്രം പ്രവേശിക്കാൻ പറ്റുന്നതുമായ ഒരു ലോകമാണ് ആ ധ്രുവപദം. ആ പദത്തെയാണ് ധ്രുവൻ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ധ്രുവപദത്തിൻ്റെ പ്രത്യേകത കേട്ടോ. പ്രത്യേകത പൂജയും വഴിപാടും ഒന്നല്ല പറഞ്ഞത്. സർവചരാചരങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ച് കാരുണ്യത്തോടു കൂടി പെരുമാറുന്ന പ്രവർത്തിക്കുന്നവർക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന
ലോകമാണ് ആ ധ്രുവപദം എന്ന്. ശ്ലോകം 37 എന്നിട്ട് പറയാണ്, ശാന്ത സമദൃശഃ ശുദ്ധ സർവഭൂത അനുരഞ്ജന യാന്തി അഞ്ജസ അച്യുതപദം അച്യുതപ്രിയ ബാന്ധവ. എന്തൊക്കെ സ്വഭാവ സവിശേഷത വേണം ധ്രുവപദത്തിലേക്ക് എത്താനുള്ള യോഗ്യത നേടണമെങ്കിൽ, എന്തൊക്കെ സ്വഭാവം വേണമെന്ന്? ശാന്തമായിരിക്കണം മനസ്സ്. സമദൃശ, എല്ലാവരെയും ഒന്നായി കാണണം, എല്ലാ ജീവചരാചരങ്ങളെയും ഒന്നായി കാണണം. ശുദ്ധ, മനഃശുദ്ധി ഉണ്ടാവണം. സർവഭൂത അനുരഞ്ജന, സർവചരാചരങ്ങളോടും കാരുണ്യമുണ്ടാവണം. അച്യുതപ്രിയ ബാന്ധവ, ഭഗവാന് പ്രിയം, അച്യുതനായിട്ടുള്ള ഭഗവാന് പ്രിയപ്പെട്ടവരോട് ബന്ധം വെക്കുന്നവരായിരിക്കണം. അതായത് ഭഗവാന് പ്രിയപ്പെട്ട നിഷ്കളങ്ക ഭക്തരായിട്ടുള്ളവരുണ്ടല്ലോ, അവരോട് നിത്യവും ബന്ധം വെച്ച് നിൽക്കുന്നവരുമായിട്ടുള്ള ആളുകൾ, അവർക്കാണ് അച്യുതപദം, ആ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ ആ പരമപദത്തിലേക്ക് അഞ്ജസ, വളരെ എളുപ്പത്തിൽ യാന്തി, പ്രാപിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ ധ്രുവപദം അല്ലെങ്കിൽ വൈകുണ്ഠം ഒക്കെ അങ്ങനെയുള്ള പദങ്ങളെ പ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ വേണ്ട യോഗ്യത അതിനുള്ള യോഗ്യത നേടാനുള്ള കാര്യങ്ങൾ പറയുന്നത് വേദവിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങളോ ഒന്നും അല്ലല്ലോ ഇവിടെ പറഞ്ഞത്. ഭാഗവതത്തിൽ പറഞ്ഞത് ശാന്തമായ മനസ്സ്, സമദൃഷ്ടി, എല്ലാവരെയും ഒന്നായി കാണാൻ. അത് മൃഗങ്ങളല്ലേ, ഇത് പക്ഷികളല്ലേ, ഇത് ചെടികളല്ലേ, ഇത് എൻ്റെ ബന്ധുക്കളല്ലേ, ഇത് മറ്റുള്ളവരല്ലേ, അങ്ങനെയുള്ള ഭേദചിന്ത കളഞ്ഞ് എല്ലാവരെയും ഒന്നായി കാണുന്ന ശുദ്ധമായ മനസ്സ്, കളങ്കമില്ലാത്ത മനസ്സ്, അതുപോലെ സർവചരാചരങ്ങളോടും കാരുണ്യമുള്ള മനസ്സ്, ഭഗവാന് പ്രിയപ്പെട്ട നിഷ്കളങ്ക ഭക്തരുമായി ബന്ധം വയ്ക്കുന്ന ആളാരാണോ അവനാണ് ആ ഭഗവാന്റെ പദത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ധ്രുവപദത്തിലേക്ക് എത്താനുള്ള യോഗ്യത നേടാനുള്ള സ്വഭാവവും ഇതാണ്. ശ്ലോകം 38 ഇതി ഉത്താനപാദഃ പുത്രോഹോ ധ്രുവഃ കൃഷ്ണപരായണഃ അഭൂത് ത്രയാണം ലോകാനം ചൂടാമണീം ഇവ അമലഃ. ഇതി, ഇപ്രകാരം ഉത്താനപാദ പുത്രോ ധ്രുവഃ, ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായ ധ്രുവൻ കൃഷ്ണപരായണഃ, പൂർണ്ണമായി ഭഗവാനിൽ തൻ്റെ ശരീരമനോബുദ്ധിയെ സമർപ്പിച്ച് അഭൂത്, പ്രാപിച്ചു, ത്രയാണം ലോകാനം, ഈ മൂന്ന് ലോകം എന്ന് വെച്ചാൽ ഈ 14 ലോകങ്ങളുടെയും ചൂടാമണി ഇവ അമല, ഈ 14 ലോകങ്ങളുടെയും ശിരസിൽ വെച്ചിരിക്കുന്ന ചൂടാമണി ഇവ എന്ന പോലെ അമല, പരിശുദ്ധമായ ധ്രുവപദത്തെ അങ്ങനെ ധ്രുവൻ അഭൂത്, പ്രാപിച്ചു എന്ന്. അപ്പം മൈത്രേയ മഹർഷി വിദുരരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇപ്രകാരമാണ് ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായ ധ്രുവൻ അവസാന സമയമായപ്പോഴേക്കും തന്നെ പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ത്രിലോകങ്ങളുടെയും ശിരസിലെ ചൂടാരത്നം പോലെ ശോഭിക്കുന്ന ആ ധ്രുവപദത്തെ പ്രാപിച്ചു എന്ന്. ശ്ലോകം 39 ഗംഭീരവേഗഃ അനിമിഷം ജ്യോതിഷാം ചക്രം ആഹിതം യസ്മിൻ ഭ്രമതി കൗരവ്യ മേഢ്യാം ഇവ ഗവാം ഗണഃ. ഹേ കൗരവ്യ, അല്ലയോ വിദുരരെ, ഗംഭീരവേഗഃ, അതിവേഗത്തിൽ, അനിമിഷം, ഏതു നേരത്തും, ജ്യോതിഷാം ചക്രം, ഈ ജ്യോതിർഗോളങ്ങളെല്ലാം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, നവഗ്രഹങ്ങൾ, എല്ലാ ജ്യോതിർഗോളങ്ങളും ആഹിതം, ഒരു കേന്ദ്രബിന്ദുവാക്കി, യസ്മിൻ, ഈ ധ്രുവപദത്തെ ഭ്രമതി, ചുറ്റിത്തിരിയുന്നു എന്ന്. മേഢ്യാം ഇവ, ഒരു നടുക്കിൽ കേന്ദ്രത്തിൽ വെച്ചിരിക്കുന്ന ഒരു ദണ്ട് ഇവ എന്ന പോലെ, ഗവാം ഗണഹ, കാളകളുടെ കൂട്ടം ചുറ്റിത്തിരിയുന്നത് പോലെ. അപ്പോൾ ഒരു മണ്ണിലെ ഒരു വടി കുത്തിവെച്ച് ആ ദണ്ടിൽ കെട്ടിയിട്ട് കാളക്കൂട്ടം അതിനെ കേന്ദ്രബിന്ദുവാക്കി ചുറ്റിത്തിരിയുന്നത് പോലെ അതിവേഗത്തിൽ, സദാ, ഏതു നേരത്തും, എല്ലാ നേരത്തും അതിവേഗത്തിൽ എല്ലാ ജ്യോതിർഗോളങ്ങളും ഈ ധ്രുവപദത്തെ കേന്ദ്രമാക്കിയിട്ട് ഈ ധ്രുവപദത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഈ ജ്യോതിർഗോളങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന ഈശനായി ധ്രുവനും അവിടെ ആ സ്ഥാനത്ത് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. അപ്പം അതാണ് ധ്രുവപദത്തിൻ്റെ മഹാത്മ്യം. ശ്ലോകം 40 മഹിമാനം വിലോക്യ അസ്യ നാരദഃ ഭഗവാൻ ഋഷിഃ ആദോദ്യം വിദുദൻ ശ്ലോകാൻ സത്രേ ആഗായത്
പ്രചേതസാം സത്രേ അഘായത് പ്രചേതസാം മഹിമാനം മഹത്വം വിലോക്യ കണ്ടിട്ട് അസ്യ ആ ധ്രുവൻ്റെ നാരദ ഭഗവാൻ ഋഷിഹി. അപ്പോൾ ഭഗവാൻ നാരദ മഹർഷി ധ്രുവൻ അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ധ്രുവൻ്റെ ആ മഹത്വം കണ്ടിട്ട് പ്രചേതസാം സത്രേ ഒരിക്കലേ പ്രചേതസുകൾ നടത്തുന്ന ഒരു സത്രത്തിൽ വെച്ച് ആദോദ്യം വിദുതൻ തൻ്റെ വീണ വായിച്ചുകൊണ്ട് ശ്ലോകാൻ അഘായത് ധ്രുവനെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്രകാരം പാടി എന്ന്. അപ്പം നാരദ മഹർഷി ധ്രുവൻ അവിടെ എത്തിച്ചേർന്നപ്പോൾ ധ്രുവൻ്റെ ആ മഹത്വം കണ്ടിട്ട്, കാരണം അതിലൊരു പങ്ക് നാരദ മഹർഷിക്കും ഉണ്ട് അമ്മയ്ക്കും ഉണ്ട് അല്ലേ, നാരദ മഹർഷിയും ഉപദേശിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ധ്രുവൻ്റെ ആ മഹത്വം കണ്ടിട്ട് നാരദ മഹർഷി പിന്നീട് ഒരിക്കൽ പ്രചേതസുകൾ നടത്തുന്ന ഒരു സത്രത്തിൽ വെച്ച് ധ്രുവനെ തൻ്റെ വീണ മീട്ടിക്കൊണ്ട് ധ്രുവനെ പാടിയത് ഇപ്രകാരമായിരുന്നു. അടുത്ത 2-3 ശ്ലോകങ്ങളിൽ അത് കാണാം. 41-ാമത്തെ ശ്ലോകം. നാരദ ഉവാച നൂനം സുനീതേ പതിദേവതായ തപ പ്രഭാവസ്യ സുതസ്യ താം ഗതിം ദൃഷ്ട്വാ അഭ്യുപായൻ അഭി വേദവാദിനഃ ന ഏവ അധിഗന്തും പ്രഭവന്തി കിം നൃപാഹ. നാരദ മഹർഷി പറഞ്ഞത് ഇപ്രകാരമാണ്. നൂനം തീർച്ചയാണ്, സുനീതി പതിദേവത പതിവ്രതയായ സുനീതിയുടെ സുതസ്യ പുത്രനായ ധ്രുവൻ്റെ തപഃ പ്രഭാവസ്യ ആ കഠിനമായ തപസ്സിൻ്റെ പ്രഭാവത്താൽ താം ഗതിയും ധ്രുവൻ നേടിയെടുത്ത ആ തപസ്സിൻ്റെ ഫലമുണ്ടല്ലോ, ആ ധ്രുവപദം, അത് ദൃഷ്ട്വ കേട്ടറിഞ്ഞിട്ട് അഭ്യുപായൻ അഭി ആധ്യാത്മികമായ പൂജാതി വേദവിധി പ്രകാരമുള്ള സകല കർമ്മങ്ങൾ ചെയ്യുന്ന വേദവാദിനഃ വേദം പഠിപ്പിച്ചു കൊടുക്കുന്ന ശ്രേഷ്ഠരായ വ്യക്തികൾ, വേദം പഠിപ്പിച്ചു കൊടുക്കുന്ന വേദവിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ശ്രേഷ്ഠരായ വ്യക്തികൾ ഈ ധ്രുവപദത്തെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ന ഏവ അധിഗന്തും പ്രഭവന്തി അധിഗന്തും ആ പദത്തെ നേടാൻ ന ഏവ പ്രഭവന്തി അവർ യോഗ്യരല്ല. കിം നൃപഹ പിന്നെയുണ്ടോ രാജാക്കന്മാര് എന്ന്. അപ്പൊ നാരദ മഹർഷി ആദ്യം പാടിയത് എന്താ? സുനീതിയുടെ പതിവ്രതയായ സുനീതിയുടെ പുത്രനായ ധ്രുവൻ ചെയ്ത കഠിനമായ തപസ്സിൻ്റെ ഫലമായി നേടിയെടുത്ത ആ തപസ്സിൻ്റെ ഫലമായി നേടിയെടുത്ത ആ ധ്രുവപദമുണ്ടല്ലോ, വേദം പഠിപ്പിച്ചു കൊടുക്കുന്ന ശ്രേഷ്ഠരായ മഹർഷികൾ ആ ആധ്യാത്മികമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ പോലും, അവർ ഈ ധ്രുവപദത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷേ ആ പദത്തെ പ്രാപിക്കാൻ അവർ പോലും യോഗ്യരല്ല. അപ്പോൾ പിന്നെ നാട് ഭരിക്കുന്ന രാജാക്കന്മാർക്കുണ്ടോ സാധിക്കുന്നു എന്ന് നാരദ മഹർഷി പുകഴ്ത്തിയിട്ടുണ്ട്. കിം നൃപഹ പിന്നെ രാജാക്കന്മാർക്ക് എങ്ങനെ കഴിയാനാണ്? അവരെ പോലും പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്ന മഹർഷിമാർക്ക് പോലും എത്താൻ പറ്റിയിട്ടില്ല ആ ധ്രുവപദത്തിലേക്കെന്ന്. അപ്പോൾ പിന്നെ ഉണ്ടോ രാജാക്കന്മാർക്ക് എത്താൻ പറ്റുന്നു? അവർക്ക് പോലും ആർക്കും സാധിക്കാത്തൊരു പദത്തിലാണ് ഭഗവാൻ മഹാവിഷ്ണു ഒഴിഞ്ഞു കൊടുക്കുകയാണ് ആ സ്ഥാനം. ഇനി ധ്രുവൻ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥാനത്താണ് ധ്രുവൻ എത്തിച്ചേർന്നത്. കഴിഞ്ഞിട്ടില്ല. നാരദ മഹർഷി പുകഴ്ത്തിയത് ശ്ലോകം 42 യഹ പഞ്ചവർഷഃ ഗുരുദാരവാക്ശരൈഃ ഭിന്നേന യാദഃ ഹൃദയേന ദൂയത വനം മദ് ആദേശകരഃ അജിതം പ്രഭും ജിഗായ തദ്ഭക്തഗുണൈഃ പരാജിതം. യഹ ആ ധ്രുവൻ പഞ്ചവർഷഃ വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഗുരുദാര വാക്ശരൈഹി ഗുരു എന്നതുകൊണ്ട് അച്ഛനെയാണ് ഉദ്ദേശിക്കുന്നത്. പിതാവിൻ്റെ മറ്റൊരു ഭാര്യയുടെ വാക്കുകളാകുന്ന ശരങ്ങളാൽ ഭിന്നേന ഛേദിക്കപ്പെട്ട ഹൃദയേന ദൂയത വേദനിക്കുന്ന ഹൃദയത്തോടുകൂടി വനം യാദഹ വനത്തിലേക്ക് പോയി മത് ആദേശകരഹ അവിടെ വെച്ച് മത് എൻ്റെ ആദേശകരഹ എൻ്റെ ഉപദേശം സ്വീകരിച്ച് അജിതം പ്രഭുവും അത്ര പെട്ടെന്നൊന്നും ആർക്കും കീഴടക്കാൻ കഴിയാത്ത ആ ഭഗവാൻ മഹാവിഷ്ണുവിനെ തദ്ഭക്തഗുണൈഹി നിഷ്കളങ്കമായ ഭക്തിയോടെ ആരാധിച്ച് പരാജിതം കീഴടക്കിയിട്ട് ജിഗായ നേടിയെടുത്തവനാണ് എന്ന്. അതാണ് രണ്ടാമത് പറഞ്ഞ് പാടിയത്. ആ ധ്രുവൻ വെറും 5 വയസ്സ് മാത്രമുള്ളപ്പോൾ അച്ഛൻ്റെ 2ാം ഭാര്യയുടെ വാക്കുകളാകുന്ന ശരങ്ങളാൽ മുറിവേറ്റ് വേദനിക്കുന്ന മനസ്സോടെ കാട്ടിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ഉപദേശം സ്വീകരിച്ച് ആർക്കും എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയാത്തവനാണ് ഭഗവാൻ അല്ലേ. കുറേ നാമം ജപിച്ചുകൊണ്ടോ കുറേ വഴിപാട് ചെയ്തതുകൊണ്ടോ കുറേ ക്ഷേത്രത്തിൽ പോയതുകൊണ്ടോ ഞാനൊരു ഭക്തനാണെന്ന് പറഞ്ഞതുകൊണ്ടോ വ്രതമെടുത്തതുകൊണ്ടോ ഭഗവാന്റെ മനസ്സിനെ കീഴടക്കാൻ സാധിക്കുകയില്ല. അതിനെ
ധ്രുവന് പരിപൂർണമായ സമർപ്പിതമായ ഭക്തിയുള്ളവർക്ക് മാത്രമേ, ശരീര മനോബുദ്ധിയെ ഭഗവാനിൽ അർപ്പിച്ചവർക്ക് മാത്രമേ ഭഗവാന്റെ മനസ്സിനെ കീഴടക്കാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത്, അജിതും പ്രഭും എന്ന് വെച്ചാൽ ആർക്കും കീഴടക്കാൻ തോൽപ്പിക്കാൻ കഴിയാത്ത ആ ഭഗവാനെ തത് ഭക്തഗുണൈഹി നിഷ്കളങ്കമായ ഭക്തിയോടെ അങ്ങ് കീഴടക്കി പരാജയപ്പെടുത്തി നേടിയെടുത്തവനാണ് വെറും 5 വയസ്സുള്ളപ്പോൾ ആ ധ്രുവൻ എന്ന് പറയുകയാണ് നാരദ മഹർഷി. അടുത്തത് 43-ാമത്തെ ശ്ലോകത്തിൽ അതിൻ്റെ ബാക്കി. യഹ ഏതൊരുവനാണോ ക്ഷത്രബന്ധു ക്ഷത്രിയനായിട്ട്, ശ്ലോകം വായിക്കാം. യഹ ക്ഷത്രബന്ധുഹി ഭുവി തസ്യ അധിരൂഢം ആരുരുക്ഷേത് അഭി വർഷപൂഗൈഹി ഷഡ്പഞ്ചവർഷഃ യത് അഹോബി അൽപൈഹി പ്രസാദൈ വൈകുണ്ഠം അവാപ തത്പദം. യഹ ക്ഷത്രബന്ധുഃ ഭുവി തസ്യ അധിരൂഢം ആരുരുക്ഷേത് അഭി വർഷപൂഗൈഹി ഷഡ്പഞ്ചവർഷഃ യത് അഹോബി അൽപൈഹി പ്രസാദ്യൈ വൈകുണ്ഠം അവാപ തത്പദം. യഹ ഏതൊരുവൻ ക്ഷത്രബന്ധു ക്ഷത്രിയന്റെ പുത്രനായി ജനിച്ചിട്ട് ഭുവി ഈ ഭൂമിയിൽ ജനിച്ച് തസ്യ അധിരൂഢം ആ ധ്രുവൻ അധിരൂഢം നേടിയ ആ പദമുണ്ടല്ലോ, അതിന് പ്രത്യേകത പറയാണ് കേട്ടോ. വർഷപൂഗൈഹി ഒരുപാട് വർഷം തപസ് ചെയ്തിട്ട് പോലും ആരുരുക്ഷേത് അഭി ആ ധ്രുവപദത്തെ ആരുരുക്ഷേത് ആഗ്രഹിക്കാൻ പോലും പറ്റില്ല എന്ന്. ഒരുപാട് വർഷം തപസ് ചെയ്താൽ പോലും ഒരുവന് ആ ധ്രുവപദത്തെ ആഗ്രഹിക്കാൻ പോലും പറ്റില്ല, നേടാനല്ല, അത് ആഗ്രഹിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ശ്രേഷ്ഠമായ പദം. അതും വെറും 5 വയസ്സുകൊണ്ട് ഒരു ക്ഷത്രിയനായി ജനിച്ചു എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താ? സത്വഗുണത്തോട് കൂടിയിട്ടല്ല ധ്രുവൻ ജനിച്ചത്, രജോ ഗുണിയായിട്ടിരുന്നിട്ടാണ്. അപ്പോൾ രജോ ഗുണികൾക്കും തമോ ഗുണികൾക്കും ഇത് സത്വഗുണിയെ പോലെ തന്നെ പരമപദപ്രാപ്തി അതേ ജന്മത്തിൽ നേടാൻ സാധിക്കും എന്നുകൂടി ഇവിടെ മനസ്സിലാക്കണം കേട്ടോ. ഒരു രജോ ഗുണിയായി ജനിച്ചിട്ട് പോലും ധ്രുവന് ആ ജന്മത്തിൽ തന്നെ ഈ പരമപദപ്രാപ്തി നേടാൻ സാധിച്ചു. ആ ഗുണങ്ങൾക്കും ആ രജോ ഗുണിയായിരുന്നു കൊണ്ട് പിന്നീട് ആ ഗുണത്തിൽ നിന്നൊക്കെ മുക്തനായിട്ട് ആ ഭഗവാനിൽ മനസ്സ് ലയിപ്പിച്ചപ്പോൾ സത്വരജഗണം തമോ ഗുണങ്ങൾക്കും അതീതനായിരിക്കുന്ന ഭഗവാനിൽ മനസ്സ് ചേർത്ത് വെച്ചപ്പോൾ അതേ ജന്മത്തിൽ ധ്രുവന് പരമപദപ്രാപ്തി നേടാൻ സാധിച്ചു. അങ്ങനെ അനേക വർഷം തപസ് ചെയ്താൽ പോലും നേടാൻ ആഗ്രഹിക്കാൻ പോലും പറ്റാത്ത പദമാണെന്ന് ആ ധ്രുവപദം. ആ ധ്രുവപദം ഷഡ്പഞ്ചവർഷഃ 5-6 മാസം ഷഡ്പഞ്ചവർഷഃ എന്ന് വെച്ചാൽ 5-6 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ യത് അഹോബിഹി അൽപൈഹി വളരെ കുറച്ച് ദിവസം കൊണ്ട്, അതായത് ഒരു 5 മാസേ ധ്രുവൻ തപസ് ചെയ്തിട്ടുള്ളൂ. ഓരോ മഹർഷിമാരും ഇവിടെ 1000 വർഷം 10000 വർഷത്തെ തപസ്സൊക്കെ ചെയ്യുന്നത്, എന്നിട്ട് പോലും നേടാൻ പറ്റണില്ല അവർക്ക്. അപ്പോൾ അതാണ് പറയുന്നത്, അതും നല്ലോണം പ്രായമായിട്ട്. ഇത് വെറും 5-6 വയസ്സേ ഉള്ളൂ, അപ്പോൾ അല്പബുദ്ധിയാണ്. എന്നിട്ട് വെറും കുറച്ച് ദിവസത്തെ തപസ്സുകൊണ്ടും മാത്രം വൈകുണ്ഠം അവാപ തത്പദം ആ മഹാവിഷ്ണുവിൻ്റെ ആ പരമപദത്തെ ഭഗവാനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവാപ നേടിയെടുത്തു എന്നു. ഇത്രയുമാണ് നാരദ മഹർഷി പാടി പുകഴ്ത്തിയത്. ഒരു സത്രത്തിൽ വെച്ച് പാടി പുകഴ്ത്തിയത് ഇതായിരുന്നു എന്ന്. അതായത് സുനീതിയുടെ പുത്രനായി ജനിച്ച ധ്രുവൻ നേടിയെടുത്ത കഠിന തപസ്സുകൊണ്ട് നേടിയെടുത്ത ആ പരമപദം ഉണ്ടല്ലോ, വേദവിധി പ്രകാരമുള്ള ആധ്യാത്മികമായ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നവരായാലും വേദം പഠിപ്പിക്കുന്നവരായാലും അവർക്കൊന്നും ആ പദത്തെ നേടാനുള്ള യോഗ്യതയില്ല. അപ്പോൾ പിന്നെ രാജാക്കന്മാരുടെ കാര്യം പറയാനുണ്ടോ? ചിന്തിക്കേണ്ടതില്ല. വെറും 5 വയസ്സ് മാത്രമുള്ളപ്പോൾ ചിറ്റമ്മയുടെ മുറിപ്പെടുത്തുന്ന വാക്കുകളാൽ വേദനയോടുകൂടി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി കാട്ടിലേക്ക് പോയി എൻ്റെ വാക്ക് കേട്ട് കീഴടക്കാൻ പ്രയാസമേറിയ ഭഗവാനിൽ മനസ്സിനെ അങ്ങ് അർപ്പിച്ചു. ആഗ്രഹം വേറൊന്നാണ്, ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ളതല്ല, അവരെ ഒരു പാഠം പഠിപ്പിച്ച് അവരെക്കാൾ ഉയർന്ന പദവിയിലേക്ക് എത്തണമെന്ന ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹത്തെ നേടാൻ വേണ്ടി സ്വയം ഭഗവാന് കൊടുത്തു. ആ ആഗ്രഹത്തെ മറന്നിട്ട് എന്തിനാണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തെ മനസ്സിൽ നിന്ന് വിട്ടിട്ട് ഞാൻ ആ ഭഗവാനിലേക്ക് എന്നെ സ്വയം സമർപ്പിക്കുന്നു എന്ന് വിചാരിച്ചപ്പോൾ ഭഗവാൻ അവനിൽ അത്രയ്ക്കധികം സംപ്രീതനായി. അതും വെറും 5 വയസ്സുള്ളപ്പോൾ. അങ്ങനെ പരാജയപ്പെടുത്താൻ പ്രയാസമേറിയ ഭഗവാനെ അവൻ സ്വന്തമാക്കി വെറും ഒരു ക്ഷത്രിയനായി ഭൂമിയിൽ ജനിച്ച് രജോഗുണിയായി ജീവിച്ച് എന്നിട്ട് ധ്രുവൻ നേടിയ ആ പദമുണ്ടല്ലോ, അനേകം വർഷക്കാലം ഏതൊരുവൻ
തപസ് ചെയ്താലും അവൻ ആഗ്രഹിക്കാൻ പോലും പറ്റില്ല ആ ധ്രുവപദത്തെ കിട്ടണമെന്ന്. അങ്ങനെയുള്ള വിശിഷ്ട പദം 5-6 വയസ്സുള്ളപ്പോൾ വളരെ കുറച്ച് ദിവസത്തെ തപസ് കൊണ്ടാണ് ഭഗവാനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ധ്രുവൻ നേടിയെടുത്തത് എന്ന് നാരദ മഹർഷി ധ്രുവന്റെ മഹത്വത്തെ സത്രത്തിൽ പോയി പാടി പുകഴ്ത്തി എന്ന് പറയുകയാണ്. ശ്ലോകം 44 ഇനി മൈത്രേയ മഹർഷി പറയാണ് വിതുരരോട്, ഏതത് തേ അഭിഹിതം സർവം യത് പൃഷ്ടഃ അഹം ഇഹ ത്വയാ ധ്രുവസ്യ ഉദാമഹ യശസചരിതം സമ്മതം സദാം. ഏതത് ഇപ്രകാരം തേ അങ്ങേക്കായി അഭിഹിതം പൂർണ്ണമായും ഞാനിതാ അഭിഹിതം സർവം ഞാനിതാ പൂർണ്ണമായും പറഞ്ഞു തന്നിരിക്കുന്നു. യത് പൃഷ്ടഃ എന്താണോ ചോദിച്ചത്, അഹം എന്നോട്, ഇഹ ഇവിടെ വെച്ച്, ത്വയാ അങ്ങ്. ഇപ്പൊ വിതുരരോട് പറയാണ്, അങ്ങ് ഇവിടെ വെച്ച് എന്നോട് എന്താണോ ചോദിച്ചത്, ധ്രുവന്റെ ചരിതം പറഞ്ഞു തരണമെന്ന് ചോദിച്ചില്ലേ, അത് ഞാൻ അങ്ങേക്കിതാ പൂർണ്ണമായും പറഞ്ഞു തന്നിരിക്കുന്നു. ധ്രുവസ്യ ഉദ്ദാമ യശസ ചരിതം മഹത്തായ കീർത്തിയുള്ള ആ ധ്രുവന്റെ ചരിതം സമ്മതം സദാം സജ്ജനങ്ങളുടെ സമ്മതത്തോടുകൂടി ആ ധ്രുവചരിതം അങ്ങേക്കായി ഞാനിതാ വിശദമായി പറഞ്ഞു തന്നിരിക്കുന്നു. അങ്ങ് എന്നോട് ചോദിച്ച ആ ധ്രുവചരിതത്തെക്കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി ധ്രുവചരിതം കേട്ടാലുള്ള ഫലശ്രുതിയെക്കുറിച്ച് അതാണ് ഇനി പറയുന്നത്. ധന്യം യശസ്യം ആയുഷ്യം പുണ്യം സ്വസ്ത്യം അയനം മഹത് സ്വർഗ്യം ദ്രവ്യം സൗമനസ്യം പ്രശംസ്യം അകർഷണം. ആരാണോ ധ്രുവചരിതം അതിമഹത്തായ ധ്രുവചരിതം ശ്രദ്ധയോടുകൂടി മനസ്സുകൊണ്ട് കേൾക്കുന്നത് അവൻ്റെ ധന്യം, ജീവിതം ധന്യമായി. യശസ്യം അവൻ്റെ യശസ് വർദ്ധിക്കുന്നു. ആയുഷ്യം അവൻ്റെ ആയുസ് വർദ്ധിക്കുന്നു. പുണ്യം അവൻ്റെ ജീവിതം പുണ്യം നിറഞ്ഞതാകുന്നു. സ്വസ്ത്യായനം അവന് സർവമംഗളങ്ങളും സംഭവിക്കുന്നു. സ്വർഗ്യം അവൻ സ്വർഗലോക പ്രാപ്തിക്ക് യോഗ്യനായി തീരുന്നു. ദ്രവ്യം ധ്രുവൻ എത്തിച്ചേർന്ന ധ്രുവപദത്തെ നേടാനും അവന് അതനുസരിച്ച് അത് മനനം ചെയ്ത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചാൽ ആ ദ്രവ്യം ധ്രുവപദത്തെ നേടാനും അവന് സാധിക്കുന്നു. സൗമനസ്യം അവൻ്റെ മനസ്സ് പ്രസന്നമാകുന്നു. പ്രശസ്യം അവൻ പ്രശംസ അർഹിക്കുന്നവനാകുന്നു. അകർഷണം അവൻ്റെ സർവപാപങ്ങളും ഇല്ലാതാകുന്നു എന്ന്. അപ്പോൾ ആരാണോ മഹത്തായ ധ്രുവചരിതം ശ്രദ്ധയോടെ മനനം ചെയ്ത് കേട്ട് മനസ്സിലാക്കുന്നത് അവൻ്റെ ജീവിതം ധന്യമാകുന്നു, യശസ് വർദ്ധിക്കുന്നു, ആയുസ് വർദ്ധിക്കുന്നു, പുണ്യം നിറഞ്ഞതാകുന്നു, സർവമംഗളങ്ങളും ഭവിക്കുന്നു, സ്വർഗലോകം നേടാൻ യോഗ്യത നേടുന്നു, ധ്രുവപദം നേടാനുള്ള യോഗ്യതയും നേടുന്നു, മനസ്സ് പ്രസന്നമാകുന്നു, പ്രശംസയ്ക്കർഹനാകുന്നു, സർവപാപങ്ങളും അവൻ്റെ കഴുകിക്കളയപ്പെടുന്നു. ശ്ലോകം 46. ശ്രുത്വാ ഏതത് ശ്രദ്ധയാ അഭീക്ഷണം അച്യുതപ്രിയ ചേഷ്ടിതം ഭവേത് ഭക്തിർഭഗവതി യയാ സ്യാത് ക്ലേശ സംശയ. ശ്രുത്വാ ഈ ധ്രുവചരിതം കേട്ടിട്ട്, ഏതത് ഈ ധ്രുവചരിതം ശ്രദ്ധയാ വളരെ ശ്രദ്ധയോടെ അഭീക്ഷണം നിരന്തരം കേൾക്കുന്നത്, അച്യുതപ്രിയ ചേഷ്ടിതം ഭഗവാന് പ്രിയപ്പെട്ട ആ ധ്രുവന്റെ ചരിതം ഈ ധ്രുവചരിതം ആരാണോ നിത്യവും ശ്രദ്ധയോടെ കേൾക്കുന്നത് അവനിൽ ഭവേത് ഭക്തി ഭഗവതി ഭഗവാനിലുള്ള ഭക്തി വർദ്ധിച്ചിട്ട് യയാ ആയതിനാൽ സ്യാത് ക്ലേശ സംശയ അവൻ ഈ ഭൂമിയിലെ ജീവിതത്തിലെ സർവക്ലേശങ്ങളെയും അതോടെ ഇല്ലാതാകുന്നു. അവൻ്റെ എല്ലാ ക്ലേശങ്ങളും ഇല്ലാതാകുന്നു. സംസാര ദുഃഖം നശിച്ചു പോകുന്നു എന്നർത്ഥം. ആരാണോ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ധ്രുവന്റെ ഈ ചരിതം ശ്രദ്ധയോടെ നിത്യവും കേൾക്കുന്നത് അവന് ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുന്നു. അവൻ്റെ സംസാര ദുഃഖങ്ങളൊക്കെ ക്ഷയിച്ചു പോവുകയും ചെയ്യുന്നു. ശ്ലോകം 47. മഹത്വം ഇച്ഛതാം തീർത്ഥം ശ്രോതുഹു ശീലാദയ ഗുണഃ യത്ര തേജ തത് ഇച്ഛൂനാം മാനഃ യത്ര മനസ്വിനാം. മഹത്വം ഇച്ഛതാം നിങ്ങൾ മഹത്വം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മഹാനാവാൻ അല്ലെങ്കിൽ മഹത്വം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർത്ഥം ഈ ധ്രുവചരിതം അതിനുള്ള ഒരു തീർത്ഥമാണെന്ന്. നമ്മൾ എന്തെങ്കിലും നേടണമെങ്കിൽ ഒരു പുണ്യസ്നാനം ചെയ്യാന്ന് പറയില്ലേ, ആ സ്നാനം ചെയ്യാനുള്ള തീർത്ഥമാണ് ധ്രുവചരിതം. ഒരു മഹത്വം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതിനുള്ള തീർത്ഥമാണ് ധ്രുവചരിതം. ശ്രോതു ഈ ധ്രുവചരിതം കേൾക്കുമ്പോൾ ശീലാദയ ഗുണഃ നിങ്ങളുടെ ശീലം മുഴുവൻ നല്ലതാകുന്നു, നല്ല ഗുണങ്ങളുള്ളതായി മാറുന്നു. എത്ര തേജഃ തത് ഇച്ഛൂനാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ തേജസ് വർദ്ധിക്കുന്നു. ധ്രുവചരിതം നിത്യവും കേൾക്കുന്നത് എത്ര ആരാണോ അവൻ ആഗ്രഹിക്കുന്ന പോലെ അവൻ്റെ തേജസ് വർദ്ധിക്കുന്നു. എത്ര മനസ്വിനാം മനഃ അവൻ്റെ മനസ്സിൽ ഭഗവാൻ അങ്ങ് ഉറയ്ക്കുന്നു എന്ന്. അപ്പോൾ മഹത്വം ആഗ്രഹിക്കുന്നവർ
കേൾക്കുന്നവർക്ക് ധ്രുവചരിതം ഒരു തീർത്ഥമാണ്. അതുപോലെ ആ ധ്രുവചരിതം നിത്യവും കേൾക്കുന്നവൻ്റെ ശീലം ഗുണശീലമാകുന്നു. ആ ധ്രുവചരിതം നിത്യവും കേൾക്കുന്നവൻ ആഗ്രഹിക്കുന്ന പോലെ തേജസ്സുള്ളവനാകുന്നു. അവൻ്റെ മനസ്സിൽ ഭഗവത് രൂപം ഭഗവാൻ അങ്ങനെ ഉറയ്ക്കുന്നു അവൻ്റെ ഹൃദയത്തിൽ. ശ്ലോകം 48. പ്രയതഃ കീർത്തയേത് പ്രാതഃ സമവായേ ദ്വിജന്മനാം സായം ച പുണ്യശ്ലോകസ്യ ധ്രുവസ്യ ചരിതം മഹത്. പ്രയതഃ അതീവ ഭക്തിയോടെ കീർത്തയേത് കീർത്തിക്കപ്പെടേണ്ടതാണ് ധ്രുവചരിതം. പ്രാതഃ പ്രഭാതത്തിൽ, സമവായേ ദ്വിജന്മനാം, അതായത് ദ്വിജന്മനാം എന്ന് വെച്ചാൽ ബ്രാഹ്മണരുണ്ടല്ലോ, ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണന്മാർ ഇരിക്കുന്ന സമവായേ സഭയിൽ, ആ കൂട്ടത്തിൽ പ്രഭാതകാലത്തും അതുപോലെ തന്നെ സായാഹ്നത്തിലും സന്ധ്യസമയത്തും പ്രഭാതത്തിലും ധ്രുവചരിതം പുണ്യശ്ലോകസ്യ ധ്രുവസ്യ ചരിതം മഹത്. പുണ്യശ്ലോകം നിറഞ്ഞ ആ ധ്രുവന്റെ മഹത്തായ ചരിതത്തെ പ്രഭാതത്തിലും സന്ധ്യയിലും ഈ ബ്രഹ്മത്തെ അറിഞ്ഞ മഹത് വ്യക്തികൾ ഇരിക്കുന്ന സഭയിൽ കൂട്ടത്തിലൊക്കെ ഈ 2 നേരവും ധ്രുവചരിതം വളരെ ഭക്തിയോടുകൂടി കീർത്തനം ചെയ്യേണ്ടതാണ്, കീർത്തിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നു. ഇനി ശ്ലോകം 49ഉം 50ഉം. ഇനി ഏതൊക്കെ ദിവസങ്ങളിൽ എപ്പോഴൊക്കെ ധ്രുവചരിതം ചൊല്ലണം എന്ന് പറയപ്പെടുന്നതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ അതും ആ സമയത്ത് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്നല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. ഇനി അതിന് കുറച്ചും കൂടി പ്രത്യേകതയുള്ള ദിവസം എടുത്തു പറയുകയാണ്. ഇനി സദാ ചൊല്ലാൻ പറ്റാത്തവർക്ക് ഈ ദിവസമെങ്കിലും ചൊല്ലാമെന്ന്. പൗർണമാസ്യം സിനീവാല്യം ദ്വാദശ്യം ശ്രവണേ അഥവാ ദിനക്ഷയേ വ്യദീപാദേ സംക്രമേ അർക്കദിനേ അഭിവാ ശ്രാവയേത് ശ്രദ്ധദാനാനാം തീർത്ഥപാദപദാശ്രയഃ ന ഇച്ഛൻ തത്ര ആത്മാനാം സന്തുഷ്ട ഇതി സിദ്ധ്യതി. പൗർണമാസ്യം, പൗർണമി നാളിലെ ധ്രുവചരിതം ജപിക്കാം. സിനീവാല്യം, അമാവാസി നാളിലും ജപിക്കാം. ദ്വാദശ, ഏകാദശിയുടെ പിറ്റേ ദിവസം ദ്വാദശി നാളിലും ജപിക്കാം. ശ്രവണേ, അതായത് ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ കേൾക്കുക, ശ്രവണേ കേൾക്കുകയെങ്കിലും ചെയ്യാന്ന്. ഇനി അഥവാ അല്ലെങ്കിൽ ദിനക്ഷയെ, പകൽ അവസാനിക്കുന്ന സമയം, അതായത് സന്ധ്യാസമയത്ത്. വ്യദീപാദേ എന്ന് വെച്ചാൽ തിങ്കളാഴ്ചയും പൗർണമി ദിവസവും ഒരുമിച്ച് വരുന്ന ദിനത്തിൽ. സംക്രമേ, അതായത് സൂര്യൻ്റെ രാശിമാറ്റം ഉണ്ടല്ലോ ആ സമയങ്ങളിൽ. ഇനി അർക്കദിനെ, സൂര്യദിനം എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസങ്ങളിലും ഈ ധ്രുവചരിതം നമുക്ക് ജപിക്കാം. ജപിക്കുകയും ചെയ്യാം, ജപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യാം. ഇനി തീർത്ഥപാദപദാശ്രയ, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയോടുകൂടി സ്മരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അങ്ങനെയുള്ള നിഷ്കളങ്ക ഭക്തർക്ക് ശ്രാവയേത് ശ്രദ്ധദാനാനാം, വളരെ ശ്രദ്ധയോടുകൂടി ഈ ധ്രുവപദത്തെ പറഞ്ഞു കൊടുക്കാമെന്ന്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയോടുകൂടി ജീവിക്കുന്ന അങ്ങനെയുള്ള ശരണം പ്രാപിച്ചവർ വളരെ ശ്രദ്ധയോടുകൂടി അവർക്ക് ഈ ധ്രുവചരിതത്തെ ഈ ദിവസങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്ത വരിയിൽ പറയുന്നത്. ന ഇച്ഛൻ തത്ര, തിരിച്ചൊന്നും ആഗ്രഹിക്കരുത്. ഒരു ദക്ഷിണയോ ഒരു ഫീസോ പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവോ ഒരു പുണ്യമോ അതൊക്കെ പറഞ്ഞു കൊടുത്താൽ എനിക്ക് കുറേ പുണ്യം കിട്ടുമോ, ഒന്നും ആഗ്രഹിക്കാതെ, ന ഇച്ഛൻ തത്ര, ഒന്നും ആഗ്രഹിക്കാതെ ആത്മാനം സന്തുഷ്ട, തനിക്ക് തന്നെ ഒരു സംതൃപ്തി വരുന്ന, അതാണ് അതിൻ്റെ ഫലം. ഞാൻ നന്നായി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചു, ആ ഭഗവാൻ എന്നിലൂടെ ഈ നാവിലൂടെ അത് ഭംഗിയായി പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്ന് എനിക്കൊരു തൃപ്തി വന്നു എന്നുള്ള ഒരു സംതൃപ്തി മാത്രം അനുഭവിച്ചിട്ട് ഇതി സിദ്ധ്യതി, അങ്ങനെ വേണം ഇത് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ചെയ്താൽ ഇപ്രകാരം സിദ്ധ്യതി, അവർ സിദ്ധിയെ നേടുന്നു എന്ന്, പരിപൂർണരാകും എന്നാണ് പറയുന്നത്. അപ്പോൾ പൗർണമി നാളിലോ അമാവാസി നാളിലോ ദ്വാദശി ദിനങ്ങളിലോ ഈ ധ്രുവചരിതത്തെ കേൾക്കാം. പിന്നെ സന്ധ്യാസമയങ്ങളിൽ, തിങ്കളാഴ്ചകളിൽ, ഞായറാഴ്ചകളിൽ, സംക്രമ സമയങ്ങളിൽ ഒക്കെ ധ്രുവചരിതം ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേൾക്കാം. ഇനി ജപിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയുന്ന ഭക്തരാണെങ്കിൽ അത് ശ്രദ്ധയോടുകൂടി ഈ ധ്രുവചരിതത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ അപ്പോഴും ഒരിക്കലും ഒന്നും പുണ്യം പോലും തിരിച്ചു പ്രതീക്ഷിക്കാതെ അത് ചെയ്യുക. അവനവൻ്റെ ഉള്ളിലെ ആത്മസംതൃപ്തി മാത്രമേ അവിടെ ആ സംതൃപ്തി വരുന്ന പോലെ അത് പറഞ്ഞു കൊടുക്കുക, അത്ര മാത്രമേ പാടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ അവരും അവിടെ സിദ്ധിയെ നേടുന്നു, പരിപൂർണരാകുന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ ധ്രുവചരിതത്തെ ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ ദിനങ്ങളിൽ എങ്ങനെ വേണം ഇത് ജപിക്കാൻ, കേൾക്കാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നും വിശദീകരിച്ചു. ഇനി ശ്ലോകം 51. ജ്ഞാനം അജ്ഞാതതത്വായ യഹ ദദ്യാത് സത്പദേ അമൃതം കൃപാലഹ ദീനനാഥസ്യ ദേവഃ തസ്യ അനുഗൃഹ്ണതേ. ജ്ഞാനം, ശരിയായ ജ്ഞാനം, സത്പദേ അമൃതം, അതായത് ശരിയായ പാതയെ നമുക്ക് തുറന്നു തരുന്ന അമൃതം പോലെ എന്ന് വെച്ചാൽ അനശ്വരമായ ആ ശരിയായ ജ്ഞാനത്തെ അജ്ഞാത തത്വായ ആ സത്യത്തെ അറിയാത്ത അജ്ഞന്മാർക്ക് യഹ ആരാണോ ദദ്യാത് പറഞ്ഞു കൊടുക്കുന്നത്, ഇതേപോലെ നിഷ്കാമമായിട്ട് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ പറഞ്ഞു കൊടുക്കുന്നത്, അവർ കൃപാലഹ കാരുണ്യമുള്ളവരാണ്, ദീനനാഥസ്യ മറ്റുള്ളവരോട് പാവങ്ങളോട് കരുണ ഉള്ള അവരുടെ സംരക്ഷകനാണ്, അവനെ ദേവഹ ദേവന്മാരെല്ലാം തസ്യ അവനെ അനുഗ്രഹണതേ അവൻ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ദേവന്മാർ അവനെ അനുഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ ആ മറ്റുള്ളവരെ ശരിയായ പാതയിലേക്ക് നയിക്കുന്ന ആ അനശ്വരമായ ജ്ഞാനത്തെ, ശരിയായ ജ്ഞാനത്തെ, അതിനെ അറിയാത്ത അജ്ഞാനികൾക്ക് ആരാണോ നിഷ്കാമമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ പറഞ്ഞു കൊടുക്കുന്നത്, അവർ കൃപാലുക്കളാണ്, ദീനവത്സലരാണ്, അവൻ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ദേവന്മാർ, സ്വർഗലോകങ്ങളിലും ഊർധ്വലോകങ്ങളിലിരുന്ന ദേവന്മാർ അവനെ അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 52. ഇദം മയാ തേ അഭീദം കുരുദ്വഹ ധ്രുവസ്യ വിഖ്യാത വിശുദ്ധ കർമ്മണഃ ഹിത്വാ അർഭഗഃ ക്രീഡനകാനി മാതുഃ ഗൃഹം ച വിഷ്ണു ശരണം യോ ജകാമ. ഹേ കുരുദ്വഹ, കുരുവംശത്തിൽ ശ്രേഷ്ഠനായ വിതുരരെ, ഇദം ഈ മയാ ഈ കഥ, ഇതം എന്ന് വെച്ചാൽ ഈ ധ്രുവചരിതം, മയാ എന്നാൽ തേ നിനക്ക് അഭിഹിതം നന്നായി വിവരിച്ചു തന്നിരിക്കുന്നു. ധ്രുവസ്യ വിഖ്യാത വിശുദ്ധ കർമ്മണ, ധ്രുവൻ്റെ വിഖ്യാത പ്രശസ്തമായ വിശുദ്ധ പരിശുദ്ധമായ ആ കർമ്മങ്ങളെക്കുറിച്ച് അങ്ങേക്ക്, ആ ധ്രുവചരിതത്തെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ വിശദമായി പറഞ്ഞു തന്നിരിക്കുന്നു. ഒന്നും കൂടിയും അടിവരയിട്ട് പറഞ്ഞോട്ടെ. അർഭഗഹ, 5 വയസ്സ് മാത്രം, അർഭകൻ വെച്ചാൽ ബാലൻ, വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, ക്രീഡനകാനി തനിക്ക് കളിക്കോപ്പുകളായിട്ട് കളിക്കേണ്ട ആ പ്രായത്തിൽ തനിക്കിഷ്ടപ്പെട്ട കളിക്കോപ്പുകളെ, മാതുഹു അവന് സ്നേഹവാത്സല്യം പകർന്നു തന്ന അമ്മയെ, ഗൃഹം അവൻ സുഖമായി സുരക്ഷിതമായി ജീവിച്ചിരുന്ന അവൻ്റെ കൊട്ടാരത്തെ ഒക്കെ ഹിത്വാ ഉപേക്ഷിച്ചിട്ട് ച വിഷ്ണും ചരണം യോ ജഗാമ, ആ ഭഗവാനെ ശരണം പ്രാപിക്കാനായിട്ട് പോയില്ലേ, ആ ധ്രുവൻ്റെ ചരിതത്തെ അങ്ങേക്ക് ഞാനിതാ വിശുദ്ധമായ പ്രശസ്തമായ ചരിതത്തെ വിശദമായി പറഞ്ഞു തന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം മൈത്രേയ മഹർഷി പറയാണ്, അല്ലയോ വിതുരരെ, വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള കളിക്കോപ്പുകൾ കൊണ്ട് കളിക്കേണ്ട പ്രായത്തിൽ കളിപ്പാട്ടങ്ങളെ, സ്നേഹനിധിയായ അമ്മയെ, സുരക്ഷിതമായി സുഖമായി ജീവിക്കുന്ന കൊട്ടാരത്തെ, വീടിനെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ വേണം എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും മനസ്സാൽ വെടിഞ്ഞിറങ്ങിപ്പോയില്ലേ, അവൻ ചെയ്ത പരിശുദ്ധമായ വിഖ്യാതമായ അവൻ്റെ ആ കർമ്മമാകുന്ന ധ്രുവചരിതത്തെക്കുറിച്ച് അങ്ങേക്ക് ഞാനിതാ വിശുദ്ധമായ ചരിതത്തെക്കുറിച്ച് ഇതാ പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.